ഹായ് ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. പാലാ ജൂബിലി 2024. അപ്പോൾ 2024 ഈ വർഷത്തെ പാലാ ജൂബിലി ഡിസംബർ 8 നടക്കും. പ്രധാനപ്പെട്ട തിരുനാൾ എന്നത് ഡിസംബർ 8 ഡിസംബർ 7-8 തീയതികളിലാണ് തിരുനാളുകൾ. അതായത് പ്രധാനപ്പെട്ട തിരുനാൾ എന്നത് ഡിസംബർ 8 പാലാ ജൂബിലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ പാലായിൽ നിന്നുമുള്ള സ്വദേശികൾ അല്ലെങ്കിൽ പാലാക്കാർ, ലോകത്തെങ്ങും ചിതറിക്കിടക്കുന്ന പാലാക്കാർ ഡിസംബർ 8 ഇവിടെ എത്തും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം പാലാക്കാരെ കൂടാതെ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ഉത്സവം കാണുവാനായിട്ട് ഇവിടേക്ക്, അല്ലെങ്കിൽ ഈ പെരുന്നാൾ കാണുവാനായിട്ട് ഇവിടേക്ക് എത്തുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പാലാ ജൂബിലി, പാലയെക്കുറിച്ച് നോക്കുമ്പോൾ അതായത് പണ്ട് കാലത്ത് തൊട്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാല എന്നത്. അതായത് കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റി. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 16.6 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 22,056 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു പട്ടണമാണ്, മനോഹരമായൊരു നഗരമാണ് പാല എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അതോടൊപ്പം കോട്ടയം ജില്ലയിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്ന്, കോട്ടയം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്ത് ഉള്ള പാല നഗരമാണ്, മുനിസിപ്പാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാല എന്നത്. എല്ലാവർക്കും അറിയാലോ മാണിസാറിൻ്റെ കാര്യം. മാണിസാറ് പാല സ്വദേശിയാണ്. നിയമസഭാ മണ്ഡലമാണ് പാല. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് പാലായ്ക്ക്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു സ്ഥലം. അതോടൊപ്പം കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് പാല. അതിന് കാരണം ഭരണിങ്ങാനം ചർച്ച് പാലയിലാണ്. അതോടൊപ്പം ഈ പാല കുരിശുപള്ളി കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്. അതോടൊപ്പം കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇന്ന് കാണുന്ന ക്രൈസ്തവർ പണ്ട് കാലത്ത് അവരുടെ പൂർവികർ പാലായിൽ നിന്നും, കോട്ടയം പാലാ ഭാഗത്തു നിന്നും, പ്രധാനപ്പെട്ട പാലാ ഭാഗത്തു നിന്നുമൊക്കെ കുടിയേറി പാർത്തവരാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പണ്ട് കാലത്ത് ആദ്യകാല കുടിയേറ്റ കർഷകരായിരുന്നു പാലായിൽ. അവരാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പാലായുടെ ഒരു വളർച്ച ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതും പണ്ട് കാലത്തെ കുടിയേറ്റ കർഷകരാണ്. അവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവർ ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാലാ ജൂബിലിയിലേക്ക് വരുമ്പോൾ പാലാ പള്ളി സ്ഥാപിച്ചത് 1002 അതിനു മുമ്പ് അരുവിത്ര പള്ളിയിലായിരുന്നു പാലാക്കാർ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്ന അരുവിത്ര പള്ളിയിലാണ്. അതുകൊണ്ട് 1002 പാലാപ്പള്ളി സ്ഥാപിച്ചത്. അതിനുശേഷം 2 ലാലം പള്ളികൾ സ്ഥാപിച്ചു. 1002 പാലാപ്പള്ളി സ്ഥാപിക്കുന്നു. അതിനുശേഷം 2 ലാളം പള്ളികൾ സ്ഥാപിക്കുന്നു. അതായത് ഒന്ന് 1611 മറ്റേത് 1821 2 പള്ളികൾ സ്ഥാപിച്ചത്. പാലാ കുരിശുപള്ളി സ്ഥാപിച്ചത് 1837 പാലാ കുരിശുപള്ളി സ്ഥാപിച്ചത് 1837. ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉള്ള പുനർനിർമ്മാണം നടന്നത് 1951 ശേഷമാണ്. 51 ഇന്ന് കാണുന്ന രീതിയിലേക്ക് അത് വളർത്തിയത്, ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള പരിണാമം. അതോടൊപ്പം ഈ പാലാ കുരിശുപള്ളി പണിയുവാനായിട്ട് മുൻകൈ എടുത്തത് ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന് മുൻകൈ എടുത്തത്. പുള്ളി ഒരു പ്രധാനപ്പെട്ട വ്യാപാരിയൊക്കെയായിരുന്നു. കൊച്ചി തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമുഖനായ ഒരു വ്യാപാരിയൊക്കെയാണെന്നാണ് ചരിത്രത്തിൽ നോക്കിയപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. പാലാ ജൂബിലി, ആദ്യത്തെ പാലാ ജൂബിലി നടന്നത് 1904, അതായത് ഇന്നേക്ക് 120 വർഷങ്ങൾക്ക് മുമ്പ് 1904 ഡിസംബർ 8 പാലാ ജൂബിലി ആദ്യത്തെ പാലാ ജൂബിലി നടന്നത്. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ് പാലാ ജൂബിലിയായിട്ട് പാലാക്കാർ ആഘോഷിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ആഘോഷങ്ങളെന്ന് പറയുന്നത് ഞായറാഴ്ച കുർബാന ഉണ്ടാവും. 10 മണിക്ക് കുർബാന, അതിനുശേഷം 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് കുർബാന. അതിനുശേഷം പാലാ ജൂബിലിയുടെ പ്രധാനപ്പെട്ട ആഘോഷമായ പാലാ പ്രദക്ഷിണം, പാലാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ആഘോഷമായ പ്രദക്ഷിണം 4 മണിക്ക് നടക്കും. അതിനുശേഷം 7:45 പ്രദക്ഷിണം നഗരവീതിയിൽ ചുറ്റി ആ പാലാ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം എത്തും. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ലൈറ്റുകളാലൊക്കെ അലങ്കരിച്ച് നല്ലൊരു വർണ്ണാഭമായൊരു കാഴ്ചയായിരിക്കും. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പാലാ ജൂബിലിയെക്കുറിച്ച്. അപ്പോൾ ഡിസംബർ 8 ഇത് നടക്കുന്നത്, പാലാ ജൂബിലി നടക്കുന്നത്. പാലാ ജൂബിലി അല്ലെങ്കിൽ പാലാ ജൂബിലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് കോട്ടയത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്ററും പാലായ്ക്കുള്ള ദൂരം, കോട്ടയത്തു നിന്നും ഏകദേശം 27 കിലോമീറ്ററും, തൊടുപുഴയിൽ നിന്നും ഏകദേശം 28 കിലോമീറ്ററും, തിരുവല്ലയിൽ നിന്നും ഏകദേശം 49 കിലോമീറ്ററും, കൊച്ചിയിൽ നിന്നും ഏകദേശം 67 കിലോമീറ്ററും, ട്രിവാൻഡ്രത്ത് നിന്നും ഏകദേശം 167 കിലോമീറ്ററും, കോഴിക്കോട് നിന്നും ഏകദേശം 249 കിലോമീറ്ററുമാണ് പാലായ്ക്കുള്ള ദൂരമെന്ന് പറയുന്ന. പാലാ നഗരമധ്യത്തിൽ തന്നെയാണ് പാലാ പള്ളി
കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം പല സിനിമകളിലും മലയാള സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ കടുവയിലും അതോടൊപ്പം ലാലേട്ടൻ്റെ സ്ഫടികത്തിലുമൊക്കെ പാലാ കുരിശുപള്ളി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.